അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇന്ത്യൻ സെക്യുലറിസം ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് അതർ ഡെമോക്രാറ്റിക് കൺട്രീസ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള തരത്തിലുള്ള കോൺസെപ്റ്റ് മറ്റുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ വ്യത്യസ്തരാവുന്നു നമ്മൾ എന്നതാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ നോക്കുന്നത് കേട്ടോ. നോക്കെന്നാല് ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് അമെൻമെന്റ് ഓഫ് ദ US Constitution prohibits the legislature from making laws respecting an establishment of religion or that prohibit the free exercise of religion. എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് അമെൻമെന്റ് US കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് അമെൻമെന്റ് ഇറക്കി അവരുടെ ഭരണഘടന. അവർ പ്രൊഹിബിറ്റ് ചെയ്തത് എന്താണ്? ദ ലെജിസ്ലേഷൻ ഫ്രം മേക്കിംഗ് ലോസ് എന്ന് വെച്ചാൽ റെസ്പെക്ടിങ് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിലീജിയൻ എന്ന് വെച്ചാൽ ഒരു റിലീജിയനെ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതി അവർ ഇല്ലാതാക്കി എന്നതാണ് പറയുന്നത്. പിന്നെ എന്താണ്? ദ ഓൾസോ പ്രൊഹിബിറ്റ് ദ ഫ്രീ എക്സസൈസ് ഓഫ് റിലീജിയൻ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഒരു റിലീജിയന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം പോലെ ആയിരുന്നില്ല ആര്? അമേരിക്ക എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ദ വേർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് is that the legislature cannot declare any religion as the official religion അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലെജിസ്ലേഷനും ഒരു കോൺസ്റ്റിറ്റ്യൂഷനും എന്തില്ല, ഒരു റിലീജിയൻ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ഇത് നമുക്ക് അനുവർത്തിച്ചു പോരാൻ കഴിയില്ല എന്നതാണ് അല്ലെ. എന്ന് വെച്ചാൽ ഒരു റിലീജിയന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കുക എന്നൊരു രീതി ഇല്ലാതാക്കിയത് ഒരു എക്സാമ്പിൾ ആണ് അമേരിക്കന്റെ ഒരു ലെജിസ്ലേഷൻ അമെൻമെന്റ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് അമെൻമെന്റ് ഓഫ് ദ US Constitution prohibits the legislature from making laws respecting an establishment of religion or that prohibit the free exercise of religion. അങ്ങനെ അതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ, prohibits the legislature from making laws respecting an establishment of എന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് അമെൻമെന്റ് ഓഫ് US എന്ന് പറയുന്നത് they prohibits the legislature from making laws. അവരെന്ത് ചെയ്തു? ഈ ലെജിസ്ലേഷന്റെ പല ഇതും പ്രൊഹിബിറ്റ് ചെയ്ത് ഇല്ലാതാക്കിയിട്ട് പല നിയമങ്ങളും അവർ ഉണ്ടാക്കി. എന്താണ്? റെസ്പെക്ടിങ് ആൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിലീജിയൻ. എന്താണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? ഏതെങ്കിലും ഒരു റിലീജിയൻ സുപ്പീരിയോറിറ്റിയിൽ നിന്നോട്ടെ, ഏതെങ്കിലും ഒരു റിലീജിയൻ അവിടെ ഡൊമിനേഷൻ നടത്തിക്കോട്ടെ, പക്ഷെ അതെന്താണ് ഇല്ലാതാക്കുന്നത് അമേരിക്കയില്? ഇറ്റ് പ്രൊഹിബിറ്റ് ദ ഫ്രീ എക്സസൈസ് ഓഫ് റിലീജിയൻ എന്ന് വെച്ചാൽ പല റിലീജിയനും പല പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനുള്ള ഒരു അവകാശമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് അമെൻമെന്റിൽ തന്നെ ഇല്ലാതാക്കുന്നത്. ആൻഡ് ദ വേർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇസ് ദാറ്റ് ലെജിസ്ലേച്ചർ കനോട്ട് ഡിക്ലെയർ എനി റിലീജിയൻ ആസ് ദ ഒഫീഷ്യൽ റിലീജിയൻ അല്ലെ. വേർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ട് അവര് വേർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന വേർഡ് എന്താണ് പറയുന്നത്? ലെജിസ്ലേച്ചർ കനോട്ട് ഡിക്ലെയർ എനി റിലീജിയൻ ആസ് ദ ഒഫീഷ്യൽ റിലീജിയൻ എന്ന് വെച്ചാൽ ഈ ലെജിസ്ലേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റിലീജിയന് ഒഫീഷ്യലായിട്ട് സുപ്രീം പദവി കൊടുക്കാൻ പറ്റില്ല എന്നതാണ് അല്ലെ പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് അമെൻമെന്റ് ഓഫ് ദ US Constitution prohibits the legislature from making laws but respecting an establishment of religion. അവരത് റെസ്പെക്ട് ചെയ്തു. or that prohibit the free exercise of religion. അത് അവിടെയുള്ള സിറ്റിസൺസിന്റെ എന്താ ഫ്രീ എക്സസൈസ് ഓഫ് റിലീജിയൻ ഇല്ലാതാക്കുകയായിരുന്നു. സെക്കൻഡ് പോയിന്റ്, the word establishment is that legislature cannot declare any religion അല്ലെ. അവിടെയുള്ള ഒരു ഇതെന്ന് വെച്ചാല് ലെജിസ്ലേഷൻ എന്താക്കാൻ പറ്റില്ല, ഒരു റിലീജിയനും ഒഫീഷ്യൽ ആയിട്ടുള്ള പദവി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലെ. And in the USA, the separation between state and religion means that neither the state nor religion can interfere in the affairs of one another. ഇപ്പൊ അമേരിക്കയിലുള്ള വേറൊരു റൂൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് റിലീജിയന്റെ കാര്യത്തിലോ റിലീജിയൻ സ്റ്റേറ്റിന്റെ കാര്യത്തിലോ ഇടപെടുകയേ ഇല്ല. അതാണ് വൺ ഓഫ് ദി characteristics of USA. Okay, and there is one significant way in which Indian secularism different from the dominant understanding of secularism as practiced by United States അല്ലെ. പക്ഷെ നമ്മൾ എന്താ പറയുക, ഇന്ത്യൻ സെക്യുലറിസം അതുപോലെ തന്നെ അമേരിക്കൻ സെക്യുലറിസം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിലീജിയനുമായിട്ട് എന്താ പറയാ
ഒരു റിലീജിയൻ സുപ്പീരിയോറിറ്റി കൊടുക്കുന്ന ഒരു ഇതുണ്ട് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുമ്പോൾ. അത് ഗെയിൻ ചെയ്യാൻ ഇപ്പോഴും പറ്റിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇന്ത്യ, അല്ലെ? പക്ഷെ അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ മീൻസ് ഇൻ അമേരിക്ക that neither the state nor religion can interfere in the affairs of one another. സ്റ്റേറ്റ് റിലീജിയന്റെ കാര്യത്തിലോ റിലീജിയൻ സ്റ്റേറ്റിന്റെ കാര്യത്തിലോ ഇടപെടില്ല എന്നുള്ളതാണ് അമേരിക്കന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഇന്ത്യ അങ്ങനെയാണോ? ഇന്ത്യ ഇന്നും മതേതരത്വം കൈവരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെ? കൈവരിച്ചോ കൈവരിച്ചില്ലേ എന്നുള്ളത്. ഇന്നും മതത്തിന്റെ പേരിൽ ആളുകൾ കൊലയും അല്ലെ തമ്മിൽ കലഹവും ഇതൊക്കെ നിലനിൽക്കുകയാണ്, അല്ലെ? പല സ്റ്റേറ്റില്, അല്ലെ? നമുക്ക് ന്യൂസിലൊക്കെ എപ്പോഴും കാണാം, അല്ലെ? അതാണ് നമ്മുടെ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ മാറ്ററിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, and this is because unlike the strict separation between religion and the state in American secularism, എന്ന് വെച്ചാൽ ഇത് മെയിൻലി കാണാൻ കാരണം സ്ട്രിക്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ് ഇൻ അമേരിക്കൻ സെക്യുലറിസം എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തതാണ്. അമേരിക്കയിൽ എന്താന്ന് വെച്ചാല് റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ ഒരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്നത് ഏത് രാജ്യം ഉണ്ടാക്കിയതാണ് മക്കളെ? അമേരിക്ക, അല്ലെ? ആൻഡ് ഇൻ ഇന്ത്യൻ സെക്യുലർ സ്റ്റേറ്റ് ക്യാൻ ഇന്റർവ്യൂൻ ഇൻ റിലീജിയസ് അഫയേഴ്സ്, അല്ലെ? ഇപ്പോ അമേരിക്കയിൽ എങ്ങനെയാണ്? അമേരിക്കയിൽ എന്ന് പറയുമ്പോ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ ഒരു തരത്തിലുള്ള ഇടപാടും പാടില്ല എന്ന്. പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയാണ് മക്കളെ? ഇന്ത്യയില് അവിടെയുള്ള റൂളറിന് മറ്റുള്ളവരുടെ റിലീജിയസ് അതോറിറ്റിയിലെ റിലീജിയസ് അഫയേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇടപെടാൻ പറ്റും. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെന്താണ്? ഇന്ത്യൻ ഭരണഘടന is intervened in Hindu religious practices in order to abolish untouchability, അല്ലെ? അവര് ഈ ഇന്ത്യൻ സെക്യുലറിസം എന്നുള്ളതിൽ സ്റ്റേറ്റ് ഇന്റർവ്യൂൻ ചെയ്യുന്നുണ്ട് ഓരോ റിലീജിയസിൽ എന്നുള്ളത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർവ്യൂൻ ദ ഹിന്ദു റിലീജിയസ് പ്രാക്ടീസസ് ഇൻ ഓർഡർ ടു അബോളിഷ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഹിന്ദു റിലീജിയനിൽ ഇന്റർവ്യൂൻ ചെയ്തതാണ് കാണിക്കുന്നത്. ഓക്കെ, in Indian secularism, though the state is not strictly separate from religion, it does maintain a principled distance from religion. ഇപ്പോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് റിലീജിയനുമായിട്ട് സെപ്പറേറ്റ് ചെയ്തല്ലേ വേറുപെട്ട് നിന്നിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് അതിൽ ഇടപെട്ടിട്ട് അവരെ എന്താക്കണം? ഡിസ്റ്റൻസ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്ത മക്കളെ? This is because unlike the strict separation between religion and the state in American secularism, and in Indian secularism, the state can intervene in religious affairs. And second point, the Indian constitution intervened in Hindu religious practices in order to abolish untouchability. And third point, in Indian secularism, though the state is not strictly separate from one religion, it does maintain a principled distance from the religion എന്നാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് മീൻസ് ദാറ്റ് എനി ഇന്റർഫിയറൻസ് in religion by the state has to be based on the ideals laid out in the constitution. എന്ന് വെച്ചാൽ കുറെ ഐഡിയൽസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് കാരണം വരുമ്പോൾ മാത്രം ഒരു റിലീജിയനിൽ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ ഭരണഘടന കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനനുസരിച്ച് മാത്രമേ സ്റ്റേറ്റ് ഓരോ റിലീജിയന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ. ആ ഒരു ഐഡിയൽസിന് ബേസ്ഡ് മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ദിസ് ഐഡിയൽ സെർവ് ആസ് ദ സ്റ്റാൻഡേർഡ് ത്രൂ വിച്ച് we can judge whether the state is or is not behaving according to the secular principles. Appa namukku consider cheyam this ideal serve as a standard which can judge whether the state is or is not behaving according to. Adendan ee oru ideals constitution kondu vannittundallo ennu vechal ee oru ideals constitution kondu vannappo namukku endu cheyam state ne judge cheyan pattum. State ingane religion ന്റെ കാര്യത്തിൽ ഇങ്ങനെ വേണ്ടാതെ ഇടപെടുന്നുണ്ടോ അല്ലെ, അങ്ങനെ സെക്യുലർ പ്രിൻസിപ്പിൾ അനുസരിച്ചാണോ സ്റ്റേറ്റ് ഇതിൽ ഇടപെടുന്നതെന്നൊക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റും.
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഐഡിയൽസ് ബേസ്ഡ് വരുമ്പോ കേട്ടോ. And the Indian state is secular and works in various ways to prevent religious domination. ഇപ്പോ ഇന്ത്യൻ സ്റ്റേറ്റും മതേതരത്വ രാഷ്ട്രമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പല രീതിയിലും ഈ ഒരു റിലീജിയസ് ഡൊമിനേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ലൈഡിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് മക്കളെ? This means that any interference in religion by the state has to be based on the ideals laid out in the constitution. അല്ലെ? The ideals serve as the standard through which we can judge whether the state is or is not behaving according to secular principles. And the third point is Indian state is secular and works in various ways to prevent religious domination. അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞത്. നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കുക. Okay, the Indian Constitution guarantees fundamental rights that are based on these secular principles. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഗ്യാരണ്ടി ഉറപ്പാക്കുന്നുണ്ട്. എന്ത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഏത് റിലീജിയൻ നമുക്ക് ഫോളോ ചെയ്യാം, അതിലൊന്നും സ്റ്റേറ്റ് എന്ത് ഇല്ല, ഇടപെടില്ല എന്നുള്ളതാണ് കേട്ടോ മക്കളെ. ആൻഡ് however it is not easy to say that there is no violation of these rights in Indian state. ഇത്തരം കാര്യങ്ങൾ സെക്യുലർ പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിലും അത് നിഷേധിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മക്കളെ? ഇല്ല അല്ലെ? ഇപ്പത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഓർക്കുമ്പോൾ മനസ്സിലാവും ഇന്ത്യൻ സെക്യുലറിസ്റ്റ് എന്താ പറയാ, ഇന്ത്യൻ സെക്യുലറിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആളുകൾ അല്ലെങ്കിൽ റൂളേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെ ക്വസ്റ്റ്യൻ മാർക്കിലാണ് അല്ലെ? ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്രിസൈസ്ലി because such violation happen frequently that ഇപ്പൊ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള വയലേഷൻ അല്ലെ? Okay, that we need a constitutional mechanism to prevent them from happening. നമുക്ക് ഒരു ഇന്ത്യൻ ഭരണഘടന സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കണ്ടില്ലേ, അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ആരെങ്കിലും ഒറ്റ ഇടപെട്ടാൽ കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കും എന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്, സ്റ്റേറ്റ് നേരിട്ട് എല്ലാ വിധത്തിലുള്ള ജാതീയപരമായിട്ടുള്ള ഏത് ജാതിയുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഇത് വരുന്നോണ്ടാണ്, അത്ര സ്ട്രിക്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് അല്ലെ? ഓക്കെ, ഈ സ്ലൈഡിൽ നമ്മൾ എന്താ പറഞ്ഞ മക്കളെ? ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ guarantees fundamental rights that are based on these secular principles. And second point deals with, however, this is not to say that there is no violation of these rights in Indian society. And last point, it is precisely because such violation happen frequently that we need a constitutional mechanism to prevent them from happening. Appo ittram karyangalana nammal parayum. Pinne the knowledge that such rights and the knowledge that such rights exist make us sensitive to their violations and enable us to take action when this violation take place. ഇങ്ങനെയുള്ള വയലേഷൻസ് നടക്കുമ്പോൾ എന്തെങ്കിലും റിലീജിയസ് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കും, അതിനെതിരെ ആക്ഷൻ ചെയ്യാനുള്ള, ആക്ഷൻസ് എടുക്കാനുള്ള ഒരു ഇത് എന്തുണ്ടാവണം, നമുക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, in the United States of America, most children in government schools have to begin their school day reciting the Pledge of Allegiance. നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയില് ഗവൺമെന്റ് സ്കൂളില് ചിൽഡ്രനിൽ എപ്പോഴും ഒരു പ്രയർ സോങ് പാടാനുണ്ടാവും. ഇറ്റ് ഈസ് ബിഗിൻസ് വിത്ത് ദ പ്ലെഡ്ജ് ഓഫ് എലിജിയൻസ് എന്നാണ്. ആൻഡ് ദിസ് പ്ലെഡ്ജ് includes the words under God. ഈ ഒരു പ്ലെഡ്ജിൽ under God എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. It was established more than 60 years ago. 60 വർഷം മുന്നേ ആ ഒരു പ്രയറിൽ യൂസ് ചെയ്തതാണ് under God എന്ന് പറയുന്ന കോൺസെപ്റ്റ്. That government schools students are not required to recite the pledge if it conflicts with their religious beliefs. അല്ലെ? എന്താന്ന് വെച്ചാൽ the government school are not required to recite pledge it is conflict with their religion. അവരുടെ റിലീജിയസ് ബിലീഫ്സുമായിട്ട് അത് കോൺഫ്ലിക്റ്റ് ഇതാക്കണ്ടേ, ആർക്കും അത് റിസൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. ഒരു എന്താ വെച്ചാൽ എന്തെങ്കിലും അവരുടെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വേർഡ്സ് അവരെ നോവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് റിസൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. In the United States of America, most children in government
schools have to begin their school day with a prayer pledge of allegiance, and this pledge includes the words under God. It was established more than 60 years ago that government students are not required to recite the pledge if it conflict with their religious beliefs എന്നാണ് പറയുന്നത്. And despite this, there have been several legal challenges objecting to the phrase under God. അങ്ങനെ കുറെ റിലീജിയസ് റിലീജിയൻ കുറെ ജാതിപരമായിട്ടുള്ള ചില ആളുകള് കുറെ ജാതിയിലുള്ള ആളുകൾ വന്നിട്ട് ഇതിനെതിരെ പറഞ്ഞെങ്കിലും saying that it violates the separation between the church and the state that the First Amendment of the US Constitution guarantees. എന്ന് വെച്ചാൽ ഇത് വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ ചേർച്ചും സ്റ്റേറ്റും വേറെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അണ്ടർ ഗോഡ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള സെക്യുലറിസം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഡിസ്പൈറ്റ് ദിസ് there have been several legal challenges objecting to the phrase under God. അവിടെ ഉണ്ടായി പല കോൺഫ്ലിക്റ്റ് ഉണ്ടായി. എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അവിടുത്തെ പറയുന്നുണ്ട്. റിലീജിയനും സ്റ്റേറ്റും തമ്മിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വേണം, ഡിസ്റ്റൻസ് വേണം എന്നല്ലേ. ഇറ്റ് വയലേറ്റ്സ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചർച്ച് and state that the First Amendment of US Constitution guarantees. Okay, വേറൊരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ in February 2004 France passed a law banning students from wearing any conspicuous religious or political signs or symbols such as Islamic headscarf, the Jewish skull cap or ലാർജ് ക്രിസ്ത്യൻ ക്രോസസ്. എന്ന് വെച്ചാല് ഫെബ്രുവരി 2004 ഫ്രാൻസിലുള്ള സ്കൂൾസിലും കോളേജസിലൊക്കെ അവര് ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം എന്താന്ന് വെച്ചാല് നമ്മുടെ റിലീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്യാപ്പോ സ്കാർഫോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രോസസോ ഒന്നും നമ്മൾ ധരിക്കാൻ പാടില്ല എന്നൊരു നിയമം ഫ്രാൻസിൽ കൊണ്ടുവന്നു. ആൻഡ് ദിസ് ലോ has encountered a lot of resistance from immigrants who were mainly from the former French colonies of Algeria, Tunisia and Morocco. ഈ ഒരു നിയമത്തിനെതിരെ എന്ത് വെച്ചു പോരാട്ടം വന്നു. ഏതൊക്കെ കുറെ ഇമിഗ്രൻസ് അഭയാർത്ഥികൾ വന്നിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന്? ഇറ്റ് ഈസ് അൾജീരിയ ആൻഡ് ടുണീസിയ ആൻഡ് മൊറോക്കോ. അവർക്ക് അത് ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ഫെബ്രുവരി 2004 ഫ്രാൻസ് പാസ്ഡ് എ ലോ. അല്ലെ, എന്ത് ലോ ആണ്? ഇറ്റ് ഈസ് banning students from wearing a conspicuous religious or political signs or symbols such as the Islamic headscarf, Jewish skull cap or large Christian crosses. Second one, this law has encountered a lot of resistance from the immigrants who has came from Algeria, Tunisia or Morocco. And next one, in the 1960s, France had faced a shortage. 1960 ഈ ഫ്രാൻസിന് ഒരു ക്ഷാമം അനുഭവപ്പെട്ടു. എന്തിന്റെ ക്ഷാമം? വർക്കേഴ്സ് കുറഞ്ഞു വന്നു. Therefore, they had provided visas for these immigrants to come and work in the country. അങ്ങനെ 1960 അവിടെ ഒരു വർക്കേഴ്സിന്റെ ഒരു ക്ഷാമം വന്നു ഫാക്ടറീസിൽ. അങ്ങനെ അവര് ഈ ഇമിഗ്രൻസ് ഉണ്ടല്ലോ, അൾജീരിയ എന്ന്, ടുണീസിയ, മൊറോക്കോ എന്ന് പറഞ്ഞ ഇമിഗ്രൻസിന് അവരെന്ത് ചെയ്തു? ഈ വിസാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ആ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, and the daughters of these immigrants, ഈ ഒരു ഇമിഗ്രൻസിലെ അഭയാർത്ഥികളെ മക്കള്, പെൺമക്കള് കൂടുതലായിട്ട് അവരുടെ റിലീജിയസ് സിംബലൈസുള്ള ഹെഡ് സ്കാർഫ്സ്, തട്ടൊക്കെ ധരിച്ചിട്ട് while attending school. However, with the passing of this new law, they have been expelled from their school for wearing head scarves. ആ ഒരു ടൈമിൽ ഫ്രാൻസ് ഗവൺമെന്റ് കർശനമായി പറഞ്ഞതാണ് ഒരു തരത്തിലുള്ള റിലീജിയസ് സിംബിളും അവിടെ ഫോളോ ചെയ്യരുത് അല്ലെങ്കിൽ വിയർ ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ ഈ ഇമിഗ്രൻസിന് ആ കാര്യങ്ങളൊന്നും അറിയാം. അവരെന്ത് ചെയ്തു? ഇതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അവർ ആ സിംബൽസ് ഒക്കെ എന്ത് ചെയ്തു? വിയർ ചെയ്ത് വന്നപ്പോ ഇവരെ ആ ഒരു സ്കൂൾസിന് പുറത്താക്കി എന്നതാണ് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതില് പറയുന്നത് അല്ലെ. In the 1960s, France had faced a shortage
of workers, and therefore they had provided visas for these immigrants to come and work in the country. And last point, the daughters of these immigrants often wear headscarves while attending school. However, with the passing of this new law, they have been expelled from their school for wearing the head സ്കാർവ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ സെക്യുലറിസം ആണ് അല്ലെ. അപ്പൊ എവിടൊക്കെയുള്ള സെക്യുലറിസത്തിനെ കുറിച്ചാണ്, ഏതൊക്കെ കൺട്രീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മക്കളെ? ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് ഇന്ത്യ അല്ലെ, ഇന്ത്യത്തെ പറഞ്ഞു. പിന്നെ ഏതാ പറഞ്ഞത്? അമേരിക്ക അല്ലെ, അമേരിക്ക. ആൻഡ് തേർഡ് വൺ നമ്മള് ഫ്രാൻസ് അല്ലെ, ഫ്രാൻസത്തെ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പോഴും കറന്റ് ഈവൻസ് നോക്കുകയാണെങ്കിൽ പല പ്രോബ്ലംസ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമേരിക്കയിലോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട് അല്ലെ, സ്ട്രിക്റ്റ് റൂൾ എഗെയിൻസ്റ്റ് റിലീജിയസ് ഡൊമിനേഷൻ അല്ലെ. അപ്പൊ ഫ്രാൻസിലും ഇതേമാതിരി സ്ട്രിക്റ്റ് റൂൾ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഇനിയും കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഇനി ഒരു സെക്യുലർ സ്റ്റേറ്റ് ആയി മാറാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യൻ സ്കൂൾസിൽ അല്ലെ, നമ്മൾ ഫ്രാൻസിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താണ് ഒരു തരത്തിലുള്ള റിലീജിയസ് സിംബൽസോ ഒക്കെ അവർ ബാൻ ചെയ്തു അല്ലെ. ദേ ബാൻഡ് റിലീജിയസ് സിംബൽസ്. എവിടൊക്കെയാണ് റിലീജിയസ് സിംബൽസ് അവർ ബാൻ ചെയ്തത് അല്ലെ? ഇൻ സ്കൂൾസ് ഓർ കോളേജസ് അല്ലെ. ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റും സ്റ്റേറ്റ് പവർ ഓഫ് സ്റ്റേറ്റും റിലീജിയനും വേറെ വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയെങ്കിലും സ്റ്റേറ്റ് ഇന്റർവീൻ ചെയ്യും അല്ലെ. സ്റ്റേറ്റ് ഇന്റർവീൻ in religious matters അല്ലെ, റിലീജിയസ് തിങ്സിൽ ഇന്റർവീൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദു റിലീജിയനിൽ ഇന്റർവീൻ ചെയ്തിട്ട് സ്റ്റേറ്റ് എന്ത് ബാൻ ചെയ്തു? ഇത് നമ്മളെ ബാൻസ് അൺടച്ചബിലിറ്റി. പിന്നെ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ടു ഫോളോ ഇൻ ഓർഡർ ടു ബിക്കം എ സെക്യുലർ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒരു ഡൊമിനേഷനും ഒന്നും പാടില്ല അല്ലെ. ടു ബിക്കം എ സെക്യുലർ സ്റ്റേറ്റ് എന്തായിരിക്കണം? there should be no domination. ഡൊമിനേഷൻ ഒന്നും ഉണ്ടായിരിക്കരുത് അല്ലെ. അവോയ്ഡ് അല്ലെ ഡൊമിനേഷൻ. നമ്മൾ ഒന്നിന്റെ മേലും ആധിപത്യം സ്ഥാപിക്കരുത്. പിന്നെ ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ അല്ലെ, അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ. പിന്നെ എല്ലാത്തിനെയും നമ്മൾ എന്താ മെയിൻ ആയിട്ടിന്റെ എയിം എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ഓൾ റിലീജിയൻസ് ആണ് അല്ലെ. എല്ലാത്തിനെയും നമ്മൾ യൂണിറ്റി ഓഫ് ഓൾ റിലീജിയൻസ് ഷുഡ് ബി ഗെയിൻ. യൂണിറ്റി ഓഫ് ഓൾ റിലീജിയൻസ്. പിന്നെ മെയിൻ ലോ, നമ്മുടെ ഫണ്ടമെന്റൽ ലോ എന്ന് പറയുന്നത് എന്താണ്? each citizen has to follow any religion, either religion നമുക്ക് follow ചെയ്യാം, അവരുടെ rules അല്ലെങ്കിൽ principles follow ചെയ്യാം without judging them or without forming a conflict towards other religion. Okay, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ്? സെക്യുലറിസം, ഇന്ത്യത്തെ കാര്യങ്ങൾ പറഞ്ഞു, ആൻഡ് അമേരിക്കത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഇന്റർവീൻ ചെയ്യും, ഇടപെടും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഹിന്ദു റിലീജിയനിൽ ഇപ്പോൾ അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്റർവീൻ ചെയ്ത പോലെ, അമേരിക്കയിൽ എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് റൂൾ ഉണ്ട് റിലീജിയസ് ഡൊമിനേഷനിൽ, അല്ലെ? ഇപ്പൊ എന്താണ്
പ്രേയേഴ്സിലൊക്കെ അണ്ടർ ഗോഡ് എന്നൊരു കോൺസെപ്റ്റ് അവർ യൂസ് ചെയ്തിരുന്നു അമേരിക്ക. അപ്പൊ അവര് പറഞ്ഞു അണ്ടർ ഗോഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ട് എന്താണ് അമേരിക്കയിൽ ഇങ്ങനെ ചേർച്ചും ചില ആളുകൾ പറഞ്ഞു ചേർച്ചും ഗവൺമെന്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ റൂൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അവിടെ ഒരു അണ്ടർ ഗോഡ് വരുമ്പോ അത് പിന്നെ ഇന്റർവീൻ ചെയ്യുന്ന ഉള്ള ഇതൊക്കെ ഇടപെടും എന്നുള്ള എല്ലാം ഈക്വൽ ആയിട്ട് കാണുന്നു അല്ലെ, എല്ലാം സെപ്പറേറ്റ്, ഈ ഒരു സെപ്പറേഷൻ ഇല്ലാതാക്കുന്നു ആ ഒരു ടേമിനോടെ എന്നൊക്കെ ചിലവർ പറഞ്ഞെങ്കിലും അമേരിക്കയിൽ ഇപ്പോഴും ആ സ്ട്രിക്റ്റ് സെപ്പറേഷൻ നിലനിൽക്കുന്നു. സ്റ്റേറ്റും റിലീജിയനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആയിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഫ്രാൻസിലുള്ള കോളേജസിലും സ്കൂൾസിലും പലതരത്തിലുള്ള റിലീജിയസ് സിംബൽസ് ഒക്കെ ബാൻ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൊമിനേഷൻ ഇല്ലാതാക്കണം, പല ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതാക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് ഓൾ റിലീജിയൻ ഷുഡ് ബി ഗെയിൻഡ് അല്ലെ. ഒരു സെക്യുലർ നാഷൻ ആവണമെങ്കിൽ എല്ലാ റിലീജിയന്റെ യൂണിറ്റി നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്